ഈ പരസ്യമായി അതിജീവതയെ അധിക്ഷേപിച്ച ഈ വേട്ടക്കാരനെ വെള്ളപൂശിയ രാഹുൽ ഈശ്വറിനെതിരെയാണ് അന്വേഷണ സംഘം നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ചോദ്യം ചെയ്യലൊടുവിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഇനി നിർണായകമായ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും. ഇത് കൃത്യമായ താക്കീത് തന്നെയാണ്. അധിക്ഷേപിച്ച് പൊതുജന സമൂഹത്തിന്റെ മുന്നിൽ ഒരു വ്യക്തിയെ ഇത്രത്തോളം അപമാനിച്ച് ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതിന്റെ കൃത്യമായ താക്കീത് അല്ലേ? തീർച്ചയായും സുരേഷ്, ഇപ്പോൾ നമുക്ക് നൽകാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ പശ്ചാത്തലം ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ രാഹുൽ ഈശ്വർ ഇത്രയും ആഭാസകരമായ രീതിയിൽ പെരുമാറുന്നതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അതിജീവിത നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോകുന്നു എന്ന ഒരു സാഹചര്യം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ് 183 അതായത് BNSS പ്രകാരം നാഗരിക സുരക്ഷാ സംഹിത പ്രകാരമുള്ള ആ നിയമപ്രകാരമുള്ള കൃത്യമായ നടപടിക്രമങ്ങളുടെ ഭാഗമായി വളരെ കൃത്യമായി അവർ കോടതിയിൽ മൊഴി നൽകിയിരിക്കുന്നു. ഇനി കേസിൽ നിന്ന് പുറകോട്ട് പോകില്ല എന്ന ഉറപ്പ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുമ്പോഴാണ് ഇത്രയും ഈ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്ന് അതിരൂക്ഷമായ ക്രൂരമായ ചില പ്രതികരണങ്ങൾ ഉണ്ടായത്. ഏറ്റവും മോശമായ ഒരു പ്രതികരണം ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഈ അതിജീവിതയെ വ്യക്തിപരമായി ആക്ഷേപിക്കുക, അവരുടെ കുടുംബത്തെ ആക്ഷേപിക്കുക, അത്തരത്തിൽ ഏത് രീതിയിലൊക്കെ ആക്ഷേപിക്കാൻ സാധിക്കുമോ അത്തരത്തിലെല്ലാം ആക്ഷേപിക്കാൻ ആരംഭിച്ചത് അതിജീവിത നിയമ നടപടികളിലേക്ക് നീങ്ങുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ തന്നെ അതിജീവിതയെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായി ായിരുന്നു. ഈ ആക്രമണം ഉണ്ടായത് തീർച്ചയായും ഈ വേട്ടക്കാരനായ രാഹുൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന മാങ്കൂട്ടത്തിന് വേണ്ടി തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കാവുന്ന ചില സാഹചര്യങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിലൊരു സ്വഭാവം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി വ്യക്തിപരമായ ബന്ധമില്ല എന്ന് രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്. പല ടെലിവിഷൻ സംവാദങ്ങളിലും അത്തരത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടുകളൊക്കെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ കൂടി കൃത്യമായും രാഹുൽ ഈശ്വർ ചെയ്ത ഗുരുതരമായ തെറ്റിനെ, ഏറ്റവും ഗൗരവമേറിയ ഒരു തെറ്റിനെ ന്യായീകരിക്കാനും വെള്ളപൂശാനുമുള്ള നീക്കങ്ങൾ തുടർച്ചയായി ഈ രാഹുലിന്റെ വാക്കുകൾ തന്നെ അങ്ങനെയാണ്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ ഞാനിതാ വിളിച്ചു പറയുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കാലത്തേറ്റെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകളും പോസ്റ്റുകളും ഇടുകയാണ് ഈ രാഹുൽ ഈശ്വർ ചെയ്തത്. അവിടെ രാഹുൽ ഈശ്വർ ആരാണ് എന്ന ചോദ്യം പോലും പ്രസക്തമാണ്. പൊതുസമൂഹത്തിന് രാഹുൽ ഈശ്വറിന്റെ ചെയ്തികളും ഇടപെടലും പല ഘട്ടത്തിലും അറിയുകയും ചെയ്യാം. ഏത് രീതിയിലാണ് അദ്ദേഹം തന്നെ പലയിടത്തും പറയുന്നുണ്ട് താനൊരു അഭിഭാഷക വൃത്തിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, സാങ്കേതികമായ അഭിഭാഷകനാണ് എന്നൊക്കെ പലയിടത്തും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. നിയമവിരുദ്ധധാരിയാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എങ്കിലും ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി കോടതിയിൽ വാദിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ കോടതിയിൽ നിയമം വശം പ്രവർത്തിക്കുകയാണെങ്കിൽ അത്തരത്തിൽ ചെയ്യുന്ന നീക്കങ്ങളെയാണ് ഈ വക്കാലത്ത് എടുക്കുക എന്ന ഒക്കെയുള്ള നിയമപരമായ നീക്കങ്ങളാണ്. അതായത് ഒരു പ്രതിക്ക് നിയമസഹായം അനിവാര്യമാണ്. അദ്ദേഹത്തിന് നിയമസഹായം നൽകുന്നതിന് വേണ്ടി ഒരു അഭിഭാഷകനായി ഇദ്ദേഹം ജോലി ചെയ്യുകയാണെങ്കിൽ അതിലൊന്നും ഒരു പ്രശ്നമുള്ള കാര്യങ്ങളല്ല. കോടതിക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ പറയുന്നതിനും നിയമപരമായി തന്റെ കക്ഷിയെ രക്ഷിച്ചെടുക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് അഭിഭാഷകൻ എന്ന നിലയിൽ ഒരു ഉത്തരവാദിത്തമാണ്. പക്ഷേ ഇയാൾ ഏത് രീതിയിലാണ് ഇയാളെ ഈ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ സമൂഹത്തിന് മുന്നിൽ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഈ രാഹുൽ ഈശ്വറിന്റെ ഇത്തരത്തിലുള്ള ചില സ്വാധീനങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ കുറെ ആളുകൾ ഇയാളുടെ ഈ വൃത്തികെട്ടതാണെങ്കിലും ഇത്തരത്തിലുള്ള ഭാഷണങ്ങൾ കേൾക്കുകയും അത് കേട്ട് എന്തെങ്കിലുമൊക്കെ പറയുമെന്ന പ്രതീക്ഷയിൽ ഇത്തരത്തിലൊരു പ്രചരണം നടത്തുന്നതിനുള്ള ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കുന്നത്. സ്വാഭാവികമായും ഒരു നെഗറ്റീവ് PR ആക്ടിവിറ്റിയാണ് ഇയാൾ ചെയ്യുന്നത്. അതായത് മനുഷ്യരെ അധിക്ഷേപിക്കുന്നതിനെ കോൺട്രാക്ട് എടുക്കുന്ന ഒരു രീതിയാണ്. അതിനെ വക്കാലത്ത് എന്നൊന്നും പറയാനേ സാധിക്കില്ല. വക്കാലത്തൊക്കെ നിയമപരമായി ചെയ്യുന്ന കാര്യങ്ങളാണ് അഭിഭാഷകൻ. സത്യത്തിൽ തന്നെയാണ് ഒരു നെഗറ്റീവ് PR വർക്ക് തന്നെയാണ് രാഹുൽ ഈശ്വർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കൃത്യമായ ഇടപെടൽ നിയമ സംവിധാനത്തിന്റെ ഭാഗത്തിന് ഉണ്ടായിരിക്കുന്നു. ഐസൻ തുടങ്ങി ഇപ്പോൾ ശാലിനി കൂടി ചേരുകയാണ്. ശാലി ഇപ്പോൾ SIT ആസ്ഥാനത്ത്, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആസ്ഥാനത്ത് നിന്നാണ് ചേരുന്നത്. ശാലിനി, ഈ രാഹുൽ ഈശ്വറിനെ എയർ ക്യാമ്പിൽ എത്തിച്ചിരിക്കുകയാണ്. ഇനിയുള്ള തുടർ നടപടികൾ ഏത് തരത്തിലായിരിക്കും? KP, നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ചോദ്യം ചെയ്യാൻ, അതായത് ഈ സൈബർ ആക്രമണം നടത്തിയെന്ന യുവതിയുടെ, ഈ പെൺകുട്ടിയുടെ പരാതിയിന്മേലാണ് രാഹുൽ ഈശ്വറിനെയാണ് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത്. AR ക്യാമ്പിലാണ് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത്. പോലീസ് ട്രെയിനിങ് കോളേജിനുള്ളിലെ AR ക്യാമ്പിനുള്ളിലാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാനായി ഉച്ചയോടുകൂടി വിളിപ്പിക്കുന്നു, ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യുന്ന തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹത്തിനെ കസ്റ്റഡി രേഖപ്പെടുത്തുന്നു പോലീസ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് തുടർച്ചയായി, അതായത് ഒരു ദിവസം 2-3 വീഡിയോ
വീഡിയോ അടക്കം ചെയ്യുന്ന രീതിയിലേക്ക് സമൂഹ മാധ്യമത്തിൽ ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി രേഖപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതികരണം ഈ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഒപ്പം തന്നെ അദ്ദേഹം വലിയ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു. പെൺകുട്ടിയുടെ ഐഡന്റിറ്റി രേഖപ്പെടുത്തുന്ന രീതിയിലും അവരുടെ സ്വകാര്യ ജീവിതത്തെ പറ്റിയിട്ടുമൊക്കെ വലിയ രീതിയിൽ ചർച്ചകൾ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ അയച്ചുവിടുന്ന ഒരു പശ്ചാത്തലവും ഉണ്ടാകുന്നു. അതായത് ഇരയ്ക്ക് ഒപ്പം നിൽക്കേണ്ട പൊതുസമൂഹത്തിലെ ഒരു വ്യക്തി എന്ന നിലയിൽ ഇരയ്ക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് രാഹുൽ ഈശ്വർ പല ഘട്ടങ്ങളിലും പ്രവർത്തിച്ചു. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തി. ഈ ഘട്ടത്തിലാണ് സൈബർ ആക്രമണം നടന്നു എന്ന രീതിയിൽ യുവതി അടക്കമുള്ളവർ പരാതി ഉന്നയിക്കുന്നത്. ചില മാധ്യമങ്ങൾ ഒപ്പം തന്നെ ചില സോഷ്യൽ മീഡിയ സൈറ്റുകൾ അടക്കമുള്ളവർ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു എന്നുള്ള പരാതി ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു. ആ പരാതിയിന്മേലാണ് ഇപ്പോൾ പോലീസ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടിന് ഒപ്പം നിന്നുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ച് രാഹുൽ ഈശ്വറിനെയും ഇപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഉടൻ ER ക്യാമ്പിൽ എത്താൻ തന്നെയാണ് സാധ്യത. ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സുരേഷ്. അതായത് ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അടക്കമുള്ളവർ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ER ക്യാമ്പിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഔദ്യോഗികമായുള്ള അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് എതിരെ ഉയർന്നിട്ടുള്ള ലൈംഗിക ആരോപണ പരാതി, ആ പരാതിയിൽ ഏറ്റവും നിർണായകമായൊരു നിലപാട് നടപടിയാണ് ഇപ്പോൾ അന്വേഷണ ഭാഗമായി സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ, ഒപ്പം തന്നെ ആ പെൺകുട്ടിയുടെ സ്വകാര്യ ജീവിതത്തെ അടക്കം ബാധിക്കുന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ, വിവാഹിതയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ ആദ്യമായി എത്തിച്ചത് ഈ രാഹുൽ ഈശ്വറാണ്. സ്വാഭാവികമായും അതടക്കമുള്ള വിവരങ്ങൾ പൊതുസമൂഹത്തിൽ പുറത്തിറക്കിയ സാഹചര്യത്തിലും അത് നിർണായകമായ രേഖകളായി പുറത്തേക്ക് നൽകിയ സാഹചര്യത്തിലുമൊക്കെയാണ് ആ സ്വകാര്യതയെ ബാധിക്കുന്ന നിർണായക വിവരങ്ങൾ നൽകിയ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഇപ്പോൾ പോലീസ് കടക്കുന്ന. നമ്മളൊരു വാഹനം കൂടി പുറത്തേക്ക്, അതായത് ER ക്യാമ്പിനേക്ക് പുറത്തേക്ക് വരാനുള്ള നടപടികളുണ്ട്. പക്ഷേ ആ വാഹനത്തിൽ രാഹുൽ ഈശ്വർ ഉണ്ടോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും നിർണായകമായിട്ടുള്ള നടപടിയിലേക്കാണ് അന്വേഷണ സംഘം ഇപ്പോൾ കടക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ലൈംഗികമായി പെൺകുട്ടിയെ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന MLA കൂടിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം 4 ദിവസം തുടരുമ്പോഴും ഒളിവിൽ കഴിയുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിനെ സോഷ്യൽ മീഡിയയിലടക്കം ഏറ്റവും കൂടുതൽ പിന്തുണച്ച, അദ്ദേഹത്തിൻ്റെ ഒരു സഹചാരിയെ പോലെ പ്രവർത്തിച്ച, അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ച രാഹുൽ ഈശ്വറിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇനി രാഹുൽ ഈശ്വറിൽ മാത്രം ഇത് ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വരും മണിക്കൂറിൽ കൂടുതൽ അറസ്റ്റുകൾ, കൂടുതൽ കസ്റ്റഡികൾ, കൂടുതൽ ചോദ്യം ചെയ്യലുകൾ അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.